എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആതിര. ഞാൻ ഇക്കഴിഞ്ഞ കേരള PSC സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിനേഷൻ ഡെയിലി 2-ൽ കൊല്ലം ജില്ലയിൽ നിന്ന് 6ാം റാങ്കോട് കൂടി സർവീസിൽ കയറിയ ആളാണ്. ഞാൻ ഡിഗ്രിക്ക് മാത്തമാറ്റിക്സും PG സ്റ്റാറ്റിസ്റ്റിക്സിലുമായിരുന്നു. ഞാനിപ്പോൾ സർവീസിൽ നിന്ന് ലീവ് എടുത്ത് കാര്യവട്ടം ക്യാമ്പസിൽ റിസർച്ച് ചെയ്യുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എന്നെ ഈ പോസ്റ്റിലോട്ട് എന്നെ എത്താൻ സഹായിച്ചത് എൻ്റെ ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ട്, പിന്നെ IMSലെ കോച്ച്, ഇത് മൂന്നുമായിരുന്നു. ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരുപാട് എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞാൻ നല്ല പ്രതീക്ഷയോടെയായിരുന്നു ഞാൻ ഈ പരീക്ഷയെ നോക്കിക്കണ്ടത്. കാരണം ഞാൻ എഴുതുന്നതിന് മുമ്പത്തെ ഈ സെയിം പോസ്റ്റിലോട്ടുള്ള പരീക്ഷയ്ക്ക് അതിൻ്റെ സിലബസ് ഫുള്ള് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയായിരുന്നു. പക്ഷേ സിലബസ് വന്നതിന് ശേഷമാണ് മനസ്സിലായത് അത് സ്റ്റാറ്റ് മാത്രമല്ലായിരുന്നു അതിനകത്തുണ്ടായിരുന്നു. എക്കണോമിക്സ്, മാത്സ്, കൊമേഴ്സ്, GK ഇതിനെല്ലാം ഒരു ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ടായിരുന്നു സിലബസ് ഉണ്ടായിരുന്നത്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഞാൻ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ IMSൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ ഫുൾ ടോപ്പിക്സ് കവർ ചെയ്തായിരുന്നു അവർ ആദ്യം തൊട്ടേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലൈവ് സെക്ഷൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വീക്കെൻഡ്സിലും ടെസ്റ്റ് ഉണ്ടായിരുന്നു, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, ടൈം ലിമിറ്റ് വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ലൈവ് ആയതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ഒക്കെ അപ്പോഴപ്പോഴും സോൾവ് ചെയ്ത് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഓരോ സബ്ജക്റ്റിനും, അതായത് എക്കണോമിക്സിനായാലും കൊമേഴ്സ് ആയാലും മാത്സ് ആയാലും സ്റ്റാറ്റ് ആയാലും അതായത് ഫീൽഡിലെ എക്സ്പേർട്സ് ആയിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സബ്ജക്റ്റിനെ പറ്റി നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരുമായിട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. എക്കണോമിക്സും കൊമേഴ്സിലും ഞാൻ എൻ്റയർലി ന്യൂ ആണ്. എനിക്ക് ഒരു ബേസിക്കും ഇല്ലാത്ത 2 സബ്ജക്ട്സ് ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് പോലും എനിക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സാം എഴുതാൻ പോകുന്നവരുടെ എൻ്റെ ഒരു സെൽഫ് എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ ഒരു സജഷൻ എന്ന് പറയാവുന്നത്, അവരവരുടെ സബ്ജക്റ്റ് എന്തുവാണോ അത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ മാത്സും സ്റ്റാറ്റും ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് മാത്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും ആയിരുന്നു. അതിൽ നിന്ന് തന്നെ എനിക്ക് അത്യാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എക്കണോമിക്സും കൊമേഴ്സും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അതിനകത്ത് പുതിയ ആളാണ്, അതുകൊണ്ട് തന്നെയായിരുന്നു. നെഗറ്റീവ് പേഡ്സൊക്കെ ഞാൻ കുറേ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു എക്സാം ഇനി എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്.